അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെ ഇടയിൽ ഉള്ള സമയം. എന്ത് ചെയ്യണം? ആ സമയത്ത് പ്രാർത്ഥന സുന്നത്താണ്, ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അതല്ലാത്തൊരു സമയമാണെന്ന് വിചാരിക്കുക. നമ്മൾ പള്ളിയിൽ ഇരിക്കുകയാണ്, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ സമയമുണ്ട്. അരമണിക്കൂർ എന്ത് ചെയ്യണം? നമസ്കരിക്കാം, ഖുർആൻ ഓതാം, ദിക്ർ ചെല്ലാം, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ കൂടുതൽ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഏറ്റവും ലാഭകരമായി ഈ സമയം എങ്ങനെ ചിലവഴിക്കാം എന്ന് ചിന്തിക്കും. അപ്പോൾ ഏറ്റവും പ്രതിഫലമുള്ള കാര്യം ഖുർആൻ പാരായണം ചെയ്യുകയാണ്. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദിക്റാണ്. ആ ദിക്റിൽ ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ ദിക്റുകൾ. അതുപോലെ അതിന് ശേഷമാണ് ദുആ ചെയ്യുക എന്നുള്ളത് ദിക്റിൻ്റെയും താഴെയാണ്. ഇപ്പോൾ ഒരാളൊരു 10 മിനിറ്റ് ഇരുന്ന് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, അതേസമയം 10 മിനിറ്റ് തന്നെ മറ്റൊരാൾ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചവനേക്കാളും അല്ലാഹു തആല നന്മ ചെയ്യുക, അല്ലാഹു തആല പ്രതിഫലം നൽകുക ഈ ദിക്ർ ചൊല്ലിയവനായിരിക്കും. കാരണം അള്ളാഹുവിൻ്റെ മഹത്വമാണ് ദിക്റിലൂടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ പ്രതിഫലാർഹമായ പ്രവൃത്തി ഏതാണ് എന്ന് അന്വേഷിച്ച് അമലുകളുടെ ഫളായിൽ പറയുന്ന, ഫളായിലുൽ അഅ്മാലിനെ കുറിച്ച് പറയുന്ന കിതാബുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക.